പ്രീണനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇതാ പ്രീണനങ്ങൾ, മറ്റൊരു പ്രീണനമാണ് ഈ അതിവേഗപാത എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് പരിപാടി. അതിവേഗപാത ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ സമ്മതത്തോടെയും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് അതൊന്നും അല്ലാത്ത, ഒരു അംഗീകാരവും കിട്ടാത്ത നഗരവികസന വകുപ്പിന്റെ പരിധിയിൽ വരാവുന്ന വേറൊരു അതിവേഗ പാതയെക്കുറിച്ച് RRTS എന്ന് പറയുന്ന വേറൊരു സങ്കല്പം അവതരിപ്പിക്കുന്ന, അതിനുവേണ്ടി 100 കോടിയും വകയിരുത്തുന്നു. അപ്പൊ ഇനി ഇവര് പറയാൻ പോകുന്നത് ഇതാ അതിവേഗ പാത വരുന്നു, വിഴിഞ്ഞം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളലായിരിക്കും. തള്ളലോട് തള്ളൽ ആണോ? ഈ തള്ളലിലൊക്കെ ജനം വീണ് പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ 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 പ്രസക്തമായ കാര്യമാണ് ജി ശക്തൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ജനങ്ങള്, കഷ്ടപ്പെടുന്ന ജനങ്ങൾ, എരിപൊരി കൊള്ളുന്ന ജനങ്ങൾ, അവർക്ക് കിട്ടുന്ന ഈ ഇത്തരത്തിലുള്ള പ്രീണന സംഭവങ്ങൾ, അവർക്ക് കിട്ടുന്ന ഈ സൗജന്യങ്ങൾ, അവർക്ക് കിട്ടുന്ന വാഗ്ദാനങ്ങൾ, ഈ വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ചു പോയാൽ കോൺഗ്രസ്സുകാരാ, അത്ര എളുപ്പമല്ല നിങ്ങളുടെ വിജയം എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ജി ശക്തിധരൻ. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം